നസ്കർ മുഖ്യമന്ത്രി ആരെ എന്ന് തീരുമാനിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഏതാണ്ട് 2 ആഴ്ച എടുക്കേണ്ടി വന്നു. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു. 3 പ്രമുഖർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നു. ജനവികാരം ഒരു വശത്ത്, MLA മാരും പാർട്ടിയുമൊക്കെ മറുവശത്ത്. ഇത്തരത്തിൽ വലിയ സംവാദങ്ങൾക്കൊടുവിൽ, വിവാദങ്ങൾക്കൊടുവിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയപ്പോഴും ആശങ്കപ്പെട്ട ഒരു കാര്യം ഇനി എന്ന് മന്ത്രിസഭ രൂപീകരിക്കുമെന്നാണ്. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് 18-ാം തീയതി തിങ്കളാഴ്ച തന്നെ മന്ത്രിസഭാ രൂപീകരണം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആരും വിശ്വസിച്ചില്ല. കാരണം 2 വലിയ കടമ്പകൾ കടന്നുകൂടാനുണ്ട്. ഒന്നാമത്തേത് ഘടകകക്ഷികൾക്ക് എങ്ങനെ മന്ത്രിസ്ഥാനം വീതിച്ചു കൊടുക്കും എന്നതാണെങ്കിൽ, രണ്ടാമത്തേത് പാർട്ടിക്കുള്ളിൽ എങ്ങനെ മന്ത്രിസ്ഥാനം വീതിക്കുമെന്നതാണ്. മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാരും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ചീഫ് വിപ്പും മാത്രമാണ് മന്ത്രി പദവിയുള്ളത്. വേണമെങ്കിൽ ക്യാബിനറ്റ് തീരുമാനത്തിലുള്ള 1-2 ക്യാബിനറ്റ് റാങ്ക് കൂടി എടുക്കാം. ഭരണഘടനാ പരിഷ്കരണ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആരെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പദവി ഉണ്ടാക്കാമെന്നല്ലാതെ ഈ പദവികൾക്കപ്പുറത്തേക്ക് പദവികളില്ല. എന്നിട്ടും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് പറയുമ്പോൾ അതിലൊരു അതിശയമുണ്ട്. എന്നാൽ അത് സത്യമാണ്. പന്തൽ നിർമ്മാണമടക്കമുള്ള പ്രക്രിയകൾ ആരംഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് തൊട്ടു പിന്നിലുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഏതാണ്ട് 10,000 സീറ്റുകളാണ് ഒരുക്കുന്നത്. 1,00,000 പേർ പങ്കെടുക്കുമെന്നാണ് കണക്കാക്കുന്നത്. പാസ് വഴിയായിരിക്കും പ്രവേശനം നിയന്ത്രിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഫോർമുല എന്ന വിഷയമുണ്ടാകും. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ ഇപ്പോഴും മാറിയിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തത് കൊണ്ട് കെ.സി. വേണുഗോപാലിന് പ്രശ്നമുണ്ടാക്കാൻ കഴിയില്ല. കെ.സി. വേണുഗോപാൽ ഉയർന്ന നിലയിലാണ്. പക്ഷേ ഈ വിവാദം കെ.സിക്ക് ക്ഷീണമുണ്ടാക്കി. കെ.സിയുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടു. സ്വന്തം നാട്ടിലെ മുഖ്യമന്ത്രി ആവാൻ പോലും കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ നിയമിക്കുന്നത്, നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യം ഇനി ഉണ്ടാവാൻ പോവുകയാണ്. എന്നാൽ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയാൽ മതിയാവും. ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. സോണിയാഗാന്ധി ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തില്ല. ആ വാർത്ത വന്ന ഉടൻ തന്നെ അദ്ദേഹം ഗുരുവായൂർ പോയി. അദ്ദേഹം പിണങ്ങിപ്പോയി എന്നായിരുന്നു വാർത്തകൾ. എന്നാൽ ഇതിനപ്പുറത്തേക്ക് മറ്റു ചില നറേറ്റീവുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ട്. അതായത് ലീഗിൻ്റെ പിന്തുണയോടുകൂടിയാണ് സതീശൻ മുഖ്യമന്ത്രിയായത്. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ പക്ഷത്തായിരിക്കും സതീശൻ എന്ന ഒരു വാദം ഊട്ടിയുറപ്പിക്കാൻ നിശബ്ദമായി ഗുരുവായൂരപ്പനെ പോയി കണ്ടതാണ്. അങ്ങനെ ഒരു ചേരിതിരിവ് തന്നെയാണ് ലക്ഷ്യമെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ അതിനെയും വെട്ടാനുള്ള ബുദ്ധി സതീശനുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല മനസ്സിൽ കാണുമ്പോൾ സതീശൻ മാനത്ത് കാണും. അതുകൊണ്ടാണത്രേ സതീശൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ധൃതി പിടിച്ചു പോയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ആരാധകനാണ് സതീശൻ എന്ന് നമ്മളാരും ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. അത് കൃത്യമായി രാഷ്ട്രീയ മറുനീക്കമായിരുന്നു എന്ന് പറയുന്നവരും വിശ്വസിക്കുന്നവരുമുണ്ട്. എന്തായാലും ചെന്നിത്തല തിരിച്ചു വന്നു. ഇന്നലെ ചർച്ചകൾ നടത്തി. ദീപദാസ് മുൻഷി നേരിട്ട് ചെന്നിത്തലയുടെ വസതിയിലെത്തി വി.ഡി. സതീശനൊപ്പം ചർച്ച നടത്തി. ഹൈക്കമാൻഡ് ഇടപെടലുണ്ടായി. ചെന്നിത്തല മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുമെങ്കിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് A.P. അനിൽകുമാറിനെ ആഭ്യന്തരമന്ത്രിയാക്കാൻ കെ.സി. വേണുഗോപാലും നീക്കം നടത്തി. എന്നാൽ ചെന്നിത്തല പ്രഖ്യാപിച്ചു, സർക്കാരിനോട് സഹകരിക്കും. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, UDF-കാരനാണ്, ഞങ്ങളുടെ ജനകീയ നേതാവാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കണമെന്ന് ചെന്നിത്തല പറഞ്ഞ് സന്ധി പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ ചെന്നിത്തല പിടിവാശിയിലായിരുന്നു. ആഭ്യന്തരമന്ത്രി സ്ഥാനം തനിക്ക് വേണം. ഇത് പക്ഷേ വി.ഡി. സതീശനെ കുഴപ്പത്തിലാക്കി. ആഭ്യന്തരമന്ത്രി സ്ഥാനമില്ലാതെയുള്ള മുഖ്യമന്ത്രി സ്ഥാനം വെറും ആലങ്കാരിക പദവിയാണ് എന്ന അനുഭവം കൊണ്ട് 2 പേർ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് വി.ഡി. സതീശൻ പറയുന്നു. ഒന്ന് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രിയായാണ് ചുമതലയേൽക്കുന്നത്. എന്നാൽ ഒരു വിജിലൻസ് കേസ് വന്നപ്പോൾ ആ പദവി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഏൽപ്പിച്ചു. ഏറെ വൈകാതെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി മന്ത്രിസഭയിലെത്തി. രമേശ് ചെന്നിത്തല എത്തുന്നത് തടയാനായിരുന്നു ആഭ്യന്തരമന്ത്രി സ്ഥാനം തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൊടുത്തത്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയതോടെ ഉമ്മൻചാണ്ടിയുമായി അകന്നു തുടങ്ങി. ഏറെ വൈകാതെ ആ പദവിയിലേക്ക് ചെന്നിത്തല വന്നു. അതിൻ്റെ പ്രതിഫലനമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും കയറി അറസ്റ്റ് നടന്നത്. മുഖ്യമന്ത്രിയുടെ CD തപ്പി പോലീസ് കോയമ്പത്തൂർക്ക് പോയത്, സോളാർ കേസും ബാർക്കോഴ കേസുമൊക്കെ കൈവിട്ടു പോയത് എന്ന് വിശ്വസിക്കുന്ന അനേകം പേരുണ്ട്. ഇതുതന്നെയാണ് സതീശൻ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാരണം. മറ്റൊരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് ജനകീയ മുഖ്യമന്ത്രിയായിരുന്നു V.S. അച്യുതാനന്ദനെ ഭരിക്കാൻ പിണറായി വിജയൻ അനുവദിച്ചില്ല. അതിനുവേണ്ടി പിണറായി കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുക്കാതെ ആ സ്ഥാനം തൻ്റെ വിശ്വസ്തനായ കോടിയേരിയെ ഏൽപ്പിച്ചു എന്നതാണ്. കോടിയേരി ഒരു പ്രശ്നക്കാരനായിരുന്നില്ല, ശല്യക്കാരനായിരുന്നില്ല. എങ്കിൽ പോലും പോലീസിൻ്റെ മേൽ നിയന്ത്രണമില്ലാത്തതുകൊണ്ട് V.S. വിചാരിച്ചതുപോലെ ഭരിക്കാൻ കഴിഞ്ഞില്ല. കാരണം പോലീസാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എല്ലാ വിവരങ്ങളും കൈമാറുന്നത് പോലീസാണ്. മുഖ്യമന്ത്രിക്ക് ആരെയും നിരീക്ഷിക്കാൻ പോലീസിന് ഉപയോഗിക്കാം. മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ പോലീസിൻ്റെ സഹായമുണ്ടാവും. ഈ പോലീസ് രാഷ്ട്രീയമായി തന്നോട് വിയോജിപ്പുള്ള ഒരാളുടെ കൈവശം പോയാൽ എന്താവും എന്ന ആശങ്ക വാസ്തവത്തിൽ വി.ഡി. സതീശനുണ്ട്.
പക്ഷേ രമേശ് ചെന്നിത്തല വഴങ്ങിയില്ല. ആഭ്യന്തരമന്ത്രി സ്ഥാനമില്ലെങ്കിൽ താൻ മന്ത്രിസഭയിൽ ഉണ്ടാവില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. ഹൈക്കമാൻഡ് ഇടപെട്ടു, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇടപെട്ടു. പക്ഷേ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ക്യാബിനറ്റ് മന്ത്രി പദവി അടക്കമുള്ള ഓഫർ BJP മുമ്പോട്ട് വെച്ചിരുന്നു ചെന്നിത്തലയ്ക്ക്. ചെന്നിത്തല അത് അപ്പോൾ തന്നെ തിരസ്കരിച്ചു. മരിക്കുന്നത് വരെ കോൺഗ്രസ്സുകാരനായിരിക്കുമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ താൻ മന്ത്രിസഭയിൽ ഉണ്ടാവില്ല, താൻ മാറി നിൽക്കും, കുഴപ്പമില്ല, നിങ്ങൾ ഭരിച്ചോളൂ എന്ന നിലപാട് ഈ വിജയത്തിന് തിളക്കം നഷ്ടപ്പെടുത്തും എന്ന അവസ്ഥയ്ക്ക് കാരണമായി. അതിനിടയിൽ ഒരു ഫോർമുല മുമ്പോട്ട് വെച്ചു. ധനകാര്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി പദവിയും. ആലങ്കാരികമായ ഉപമുഖ്യമന്ത്രി പദവി വേണ്ട എന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു. ഒടുവിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. രമേശ് ചെന്നിത്തല തന്നെ ആഭ്യന്തരമന്ത്രി. രമേശ് ക്യാമ്പ് ആഹ്ലാദത്തിലാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും. എന്നാൽ മുഖ്യമന്ത്രി VD സതീശന് ആശങ്കയുണ്ട്. എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോവുക എന്ന കാര്യത്തിൽ. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ സന്തോഷിച്ച പലർക്കും ആശങ്ക ശക്തമാണ്. ആഭ്യന്തരമന്ത്രി പദവിയില്ലാതെ മുൾക്കിരീടമായി മാറും മുഖ്യമന്ത്രി എന്ന് ആശങ്കപ്പെടുന്നവരാണ് ഇവരൊക്കെ. ആഭ്യന്തരമന്ത്രി പദവി ഇല്ലാത്ത സാഹചര്യത്തിൽ VD സതീശൻ ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കണം എന്ന ആവശ്യം പാർട്ടിയിൽ പൊതുവെ ഉയരുന്നുണ്ട്. ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കാൻ ഏറ്റവും മികച്ചയാൾ VD സതീശൻ തന്നെയാണ്. VD സതീശൻ മുഖ്യമന്ത്രി അല്ലായിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹം ധനകാര്യമന്ത്രിയാകുമായിരുന്നു. കാലിയായിരിക്കുന്ന ഖജനാവ് ശരിയാക്കാൻ സതീശനെ പോലെ പ്രാഗൽഭ്യമുള്ള മറ്റൊരാളും കോൺഗ്രസ് പാർട്ടിയിലില്ല. എന്നാൽ മുഖ്യമന്ത്രി കസേരയ്ക്കൊപ്പം ധനകാര്യം കൂടി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന ആശങ്ക VD സതീശനുണ്ട്. അത്ര വലിയ ഒരു വകുപ്പാണ് ധനകാര്യം. അത്രയധികം ഉത്തരവാദിത്തങ്ങളുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിരവധി പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശങ്ക VD സതീശന് ബാക്കിയുണ്ട്. എന്നാൽ ആഭ്യന്തര വകുപ്പ് പോയതുകൊണ്ട് തന്നെ സുപ്രധാനമായ ധനവകുപ്പ് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് സതീശന്റെ വിശ്വാസം. മാത്രമല്ല സതീശന് പകരം ധനവകുപ്പ് ഏറ്റെടുക്കാൻ കാര്യക്ഷമതയുള്ള മറ്റൊരാൾ മന്ത്രിയാകാൻ പോകുന്നവരുടെ ലിസ്റ്റിലില്ല. പിന്നെ ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരാൾ CP ജോണാണ്. പക്ഷേ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് CP ജോണിനെ പോലെ ഒറ്റ MLA മാത്രമുള്ള ഒരു പാർട്ടിക്ക് കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ VD സതീശനായിരിക്കും ധനവകുപ്പിൻ്റെ ചുമതല കൂടി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ KM മാണി രാജിവെച്ച സാഹചര്യത്തിൽ ധനവകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തിരുന്നു എന്നതാണ് കീഴ്വഴക്കമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം VD സതീശൻ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. താൻ ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാരെ പോലെ ആയിരിക്കില്ല. എല്ലാ വകുപ്പിലും തൻ്റെ മേൽനോട്ടമുണ്ടാവും. അത് തനിക്ക് നിയമപരമായുള്ള അവകാശമാണ്. സർക്കാർ തൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വത്തോടെ എല്ലാ വകുപ്പുകളുടെയും മേൽനോട്ടം ഏറ്റെടുക്കും എന്ന് VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തന്നെയായിരിക്കും VD സതീശൻ്റെ പ്രവർത്തനവും. ആഭ്യന്തര വകുപ്പിലും VD സതീശൻ്റെ കണ്ണുണ്ടാവും എന്നാണ് റിപ്പോർട്ടുകൾ. ചർച്ചയുടെ ഭാഗമായി തന്നെ ജോസഫ് വാഴയ്ക്കനെ KPCC പ്രസിഡന്റ് ആക്കണം എന്ന ആവശ്യം ഉയർന്നെങ്കിലും അത് പിന്നീട് ചർച്ച ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചു. എന്നാൽ MLAയോ MPയോ അല്ലാത്ത ഒരാൾ KPCC പ്രസിഡന്റ് ആവണം എന്ന ആവശ്യത്തിന് ശക്തി പ്രാപിക്കുന്നുണ്ട്. MPമാരും MLAമാരും മന്ത്രിമാരുമൊക്കെ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ മുഴുവൻ സമയം ഒരു KPCC പ്രസിഡന്റ് വേണം എന്ന വാദം ശക്തിപ്പെട്ടു വരികയാണ്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അത് പറയുന്നു. കോൺഗ്രസിൻ്റെ പ്രവർത്തനം ശക്തമായി മുമ്പോട്ട് പോകണമെങ്കിൽ, പാർട്ടിയുടെ പ്രവർത്തനം ശക്തമായി മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു ഫുൾ ടൈം KPCC പ്രസിഡന്റ് വേണം എന്ന വാദമാണ് ഇപ്പോൾ ശക്തി പ്രാപിക്കുന്നത്. ഇതിനിടയിൽ ഇന്നലെ കേരളത്തിലെത്തിയ KC വേണുഗോപാലിനെ വളഞ്ഞ് മാധ്യമപ്രവർത്തകർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ മറുപടിയിൽ മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം പിന്മാറുകയായിരുന്നു. ഇതുവരെ ഒരുപാട് പിച്ച് ചീന്തിയില്ലേ, മതിയായില്ലേ? ഇനി ബാക്കിയൊന്നും ഇല്ലല്ലോ. പിച്ച് ചീന്താൻ പറ്റുന്ന മുഴുവൻ ചീന്തി കഴിഞ്ഞില്ലേ? നിങ്ങളെന്നെ വലിച്ചു കീറിയതല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ കുഴങ്ങുന്ന മാധ്യമപ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത്. KC വേണുഗോപാൽ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് മന്ത്രിസഭ ചർച്ചയ്ക്ക് വേണ്ടിയാണ്. താൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിലും തൻ്റെ വിശ്വസ്തരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള ബാധ്യത ഏറ്റെടുത്താണ് KC തലസ്ഥാനത്തെത്തിയിരിക്കുന്നത്. എന്നാൽ പാർട്ടിയിലെ സീനിയോറിറ്റിയും ജാതിയും മതവും പ്രാദേശിക ഘടകങ്ങളും ഒക്കെ പരിഗണിക്കുമ്പോൾ KC വേണുഗോപാൽ വിചാരിക്കുന്നത് പോലെ മന്ത്രിസഭാ നിർമ്മാണം സാധിച്ചെന്ന് വരില്ല. ആകെ ഒരു ആശ്വാസമുള്ളത് VD സതീശനെ നിർദ്ദേശിക്കാൻ അധികം മന്ത്രിമാരില്ല. കാരണം VDയെ പരസ്യമായി പിന്തുണച്ച് കൂടെ നിൽക്കുന്നത് മുഹമ്മദ് ഷിയാസിനെ പോലുള്ള ജൂനിയറായിട്ടുള്ള MLAമാരാണ്. അവർക്കൊന്നും മന്ത്രിസ്ഥാനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. മന്ത്രിസഭാ രൂപീകരണ ചർച്ച സജീവമായിരിക്കുന്നു. സീനിയർ നേതാക്കളായ K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സണ്ണി ജോസഫ്, AP അനിൽകുമാർ എന്നിവർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. PC വിഷ്ണുനാഥും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. M ലിജു മന്ത്രിയാവാനുള്ള സാധ്യത ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ ബിന്ദു കൃഷ്ണയെയും ഷാനിമോൾ ഉസ്മാനെയും മന്ത്രിസഭയിൽ എടുക്കുന്ന സാഹചര്യമുണ്ടായാൽ ലിജുവിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കും എന്ന ആരോപണങ്ങളുണ്ട്. T സിദ്ദിഖിനെ മന്ത്രിയാക്കണം എന്ന ആവശ്യം ശക്തമാണെങ്കിലും അൻവർ സാദിത്തിന് വേണ്ടി രമേശ് ചെന്നിത്തല അടിയുറയ്ക്കുന്നതോടെ 2 മുസ്ലിംകൾ മന്ത്രിസഭയിലേക്ക് വന്നേക്കില്ല
എന്നതുകൊണ്ട് സാധ്യത കുറവാണ്. AP അനിൽകുമാറിനൊപ്പം VP സജീന്ദ്രനും മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും സാധ്യത എത്രമാത്രമെന്നറിയില്ല. M വിൻസെന്റിനും TG വിനോദിനുമൊക്കെ മന്ത്രിയാവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഘടകകക്ഷികളിലടക്കം ക്രിസ്ത്യൻ മന്ത്രിമാർ ഏറെ ഉള്ളതുകൊണ്ട് സാധ്യത കുറവാണ്. CP ജോണും ഷിബു ബേബി ജോണും അനൂപ് ജേക്കബും മോൻസ് ജോസഫും ഒക്കെ ഘടകകക്ഷിയുടെ ഭാഗമായി ക്രിസ്ത്യൻ മന്ത്രിമാരായി വരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ സണ്ണി ജോസഫിന്. ഇത്തരം സാഹചര്യത്തിൽ പല ക്രിസ്ത്യൻ മന്ത്രിമോഹികളുടെയും സാധ്യത അടയുന്നു. ഷാനിമോൾ ഉസ്മാനെ മന്ത്രിയാക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ഷാനിമോളും ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഷാനിമോൾ ഉള്ളത് കൊണ്ട് ബിന്ദു ആവില്ല എന്ന് പറയുന്നത് ശരിയല്ല. 2 സ്ത്രീകൾ വരട്ടെ എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ലിജുവിനെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന ആശങ്ക ശക്തമാണ്. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ വേണം എന്ന വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. 2011 അവർക്ക് 5 മന്ത്രിമാരുണ്ടായിരുന്നു. അതിനേക്കാൾ 2 MLA ഇപ്പോൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി 5 മന്ത്രിമാർക്ക് എന്ത് തടസ്സമെന്നാണ് ലീഗ് ചോദിക്കുന്നത്. എന്നാൽ അതിനൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. മുസ്ലിം ലീഗിന് 2011 20 MLA ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് കേവലം 38 MLA മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലീഗിന് 5 മന്ത്രിമാർ അർഹതപ്പെട്ടതായിരുന്നു. എന്നാൽ ലീഗിന് ഇപ്പോൾ 22 MLA ഉള്ളൂ. കോൺഗ്രസ് പാർട്ടിക്ക് 63 MLA. MLA ആനുപാതികമനുസരിച്ചാണ് കഴിഞ്ഞ തവണ മന്ത്രിസ്ഥാനം കൊടുത്തത്. ഇക്കുറി അത്തരമൊരു സാഹചര്യം ഇല്ലാത്തതിനാൽ ലീഗിന് 4 മന്ത്രിമാർ മതി എന്നാണ് വാദം. അതിനൊപ്പം തന്നെ ചീഫ് വിപ്പ് അല്ലെങ്കിൽ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ ഏതെങ്കിലും ഒരു സ്ഥാനം നൽകാം എന്നാണ് കോൺഗ്രസ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ലീഗിന് 5 മന്ത്രിമാരുണ്ടെങ്കിൽ തങ്ങൾക്ക് 2 പേർ വേണം എന്ന് കേരള കോൺഗ്രസും ശാഠ്യം പിടിക്കുന്നു. ഒരു MLA 3 പാർട്ടിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ 7 MLA തങ്ങളെ എങ്ങനെ അവഗണിക്കും എന്നാണ് കേരള കോൺഗ്രസിന്റെ ചോദ്യം. ലീഗിന് മന്ത്രിസ്ഥാനം 4 ആയാൽ കേരള കോൺഗ്രസിന് 1 കൊടുക്കൂ. 1 ആയാൽ മോൻസ് ജോസഫ് ആയിരിക്കും മന്ത്രി. 2 ആയാൽ അപ്പു ജോസഫ് കൂടി മന്ത്രിയാവും. അതേസമയം ഒരു മന്ത്രിസ്ഥാനം മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ചീഫ് വിപ്പ് പദവിയായിരിക്കും ജോസഫിന് കൊടുക്കുന്നത്. ആ ചീഫ് വിപ്പ് പദവിയിലെത്തുന്നത് അപ്പു ആയിരിക്കില്ല, തോമസ് ഉണ്ണിയാടനായിരിക്കും. ലീഗിന് 4ഉം കേരള കോൺഗ്രസ് 1 കൊടുത്താൽ കോൺഗ്രസ് പാർട്ടിക്ക് 12 മന്ത്രിമാരെ മുഖ്യമന്ത്രി അടക്കം നിയോഗിക്കാൻ പറ്റും. ഒരു മന്ത്രിക്ക് കൂടി സാധ്യതയുണ്ടാവും. 12ഉം 9 മാറും. ലീഗിന് 5ഉം കേരള കോൺഗ്രസ് 2ഉം കൊടുത്താൽ 11 മന്ത്രിമാർക്ക് മാത്രമേ മുഖ്യമന്ത്രി അടക്കം കോൺഗ്രസിന് ലഭിക്കൂ. എന്തായാലും മന്ത്രിമാരെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊപ്പം തന്നെ എന്തായിരിക്കും വകുപ്പ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. ലീഗ് പരമ്പരാഗതമായി കൈവശം വയ്ക്കുന്ന വ്യവസായം, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, IT, നഗരവികസനം എന്നിവ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും സുപ്രധാനമായ എല്ലാ വകുപ്പുകളും ഒരുമിച്ച് എങ്ങനെ വയ്ക്കും? വിദ്യാഭ്യാസമെങ്കിലും വിട്ടുതരണം എന്ന് കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പ് ലീഗിനൊപ്പം നിൽക്കുന്നതാണ്. NSSനും SNDPക്കും മാത്രമല്ല ക്രൈസ്തവ സഭകൾക്കും എതിർപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ലീഗിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം എന്ന താല്പര്യം കോൺഗ്രസിനുണ്ട്. അങ്ങനെ വന്നാൽ പകരം ആരോഗ്യ വകുപ്പ് വേണം എന്നവർ ആവശ്യപ്പെടുന്നു. എന്നാൽ മുതിർന്ന നേതാവ് K മുരളീധരന് ആരോഗ്യ വകുപ്പ് ഉറപ്പ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിൽ മാറ്റമുണ്ടാവാനുള്ള സാധ്യത വിരളമാണ്. എന്തായാലും ഇന്ന് UDF നേതാക്കൾ യോഗം ചേരുന്നുണ്ട്. ഇന്ന് അന്തിമ തീരുമാനമുണ്ടായി ഗവർണർക്ക് നോട്ടീസ് കൊടുത്തേക്കും.